കായിക ലോകത്തെ വരവേൽക്കാനൊരുങ്ങി പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാത്രി 9 മണിക്കാണ് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ലോകം പാരീസിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ കാണാൻ എത്രമാത്രം വർണ്ണങ്ങൾ ഒളിപ്പിച്ച്, കൗതുകങ്ങൾ ഒളിപ്പിച്ചായിരിക്കും ഈ ചടങ്ങ് സംഘടിപ്പിക്കുക? എന്തൊക്കെയാണ് കാണാനിരിക്കുന്ന വിശേഷങ്ങൾ? വിജി, എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. ഒരു നൂറ്റാണ്ടിനിപ്പുറത്താണ് വീണ്ടും ഒരിക്കൽ കൂടി പാരീസിലേക്ക് ഈ ഒളിമ്പിക്സ് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു 100 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്തൊക്കെ ഈ കായിക ലോകത്തിന് വേണ്ടി പാരീസ് ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്നതൊക്കെ തന്നെ ഇന്ന് രാത്രി 9 മണിയോടുകൂടി മാലോകർ കാണാനിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഒരു വലിയ ഒരു വസന്തം തന്നെ, കായിക വസന്തം തന്നെ പാരീസിൽ ഒരുങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് നിരവധി പ്രത്യേകതകളോട് കൂടിയാണ് ഇക്കുറി ഈ പാരീസ് ഈ കായിക മാമാങ്കത്തിന്, അല്ലെങ്കിൽ കായിക മാമാങ്കം എന്നുള്ളതല്ല, ഈ കായിക മഹാമഹത്തിന് വേദിയാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിൽ തന്നെ സാധാരണഗതിയിൽ ഈ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സ്റ്റേഡിയത്തിലാണ് സാധാരണ നടക്കാറുള്ളത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ട്രാക്കിലോ ഫീൽഡിലോ അല്ല, പുറത്താണ് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്, അതും സാധാരണ ട്രാക്കിലൂടെയുള്ള മാർച്ച് പാസ്റ്റുകളാണ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കുറി അതിലും വ്യത്യാസമുണ്ട്. ഈ സെൻ നദിയിലാണ് ഇക്കുറി താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അത് നടന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ചെറു നൗകകളിലൊക്കെ ആയിട്ടാണ് ഇക്കുറി ഈ പാരീസ് ഒളിമ്പിക്സിലെ താരങ്ങൾ അവരുടെ മാർച്ച് പാസ്റ്റ് നടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യയിൽ നിന്നും വലിയ ഒരു സംഘം തന്നെ ഇതിനു വേണ്ടി ഈ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. 112ഓളം ആളുകൾ അല്ലെങ്കിൽ താരങ്ങൾ അടങ്ങുന്ന ഒരു സംഘമാണ് എത്തിയിട്ടുള്ളത്. നീരജ് ചോപ്ര അടക്കം കഴിഞ്ഞ തവണ 7 മെഡലുകളാണ്, ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകളാണ് ഇന്ത്യക്ക് സ്വന്തമാക്കാനായിട്ടുള്ളത്. നീരജ് ചോപ്രയുടെ ഈ ജാവലിൻ ത്രോയിലുള്ള സ്വർണ്ണമടക്കം 7 മെഡലുകൾ. ഇക്കുറി ആ മെഡൽ നേട്ടം ഉയർത്തുക, അല്ലെങ്കിൽ അത് ഇരട്ടിയാക്കുക എന്നതടക്കമുള്ള സ്വപ്നങ്ങളോടെ, ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യയും എത്തുന്നത്. നിരവധിയായ പ്രതീക്ഷകൾ ഈ അമ്പെയ്ത്തിലടക്കം, ഷൂട്ടിങ്ങിലടക്കം നിരവധി പ്രതീക്ഷകൾ ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ PV സിന്ധു ഉണ്ട്, ബാഡ്മിൻ്റൺ, നിരവധി. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യൻ സംഘം ഈ മാർച്ച് പാസ്റ്റിലടക്കം അണിനിരക്കുന്നത് PV സിന്ധുവിൻ്റെ നേതൃത്വത്തിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ പതാക PV സിന്ധു ആയിരിക്കും കയ്യിലേന്തുക എന്നതാണ് കാര്യം. ഏതായാലും വലിയ ഒരു കാഴ്ചകളുടെ ഒരു വിസ്മയം, ഒരു വസന്തം തന്നെ പാരീസിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പാരീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 9 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. ഈ സെൻ നദിയുടെ കരയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 9 മണിവരെ എന്ന് പറയുമ്പോൾ ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ഈ കായിക മഹാമഹത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളാണുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ മത്സരങ്ങളിൽ ചിലത് ആരംഭിച്ചിട്ടുണ്ട്. ഫുട്ബോൾ, അതുപോലെ തന്നെ റഗ്ബി. ഇന്നലെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യ മത്സരം നടന്നു അമ്പെയ്ത്തിൽ. ഈ ടീം എന്ന നിലയിൽ ഇന്ത്യൻ സംഘം ക്വാർട്ടർ ഫൈനലിൽ കടക്കുകയും ചെയ്തു. വലിയ ഒരു ഒരു തുടക്കം തന്നെയാണ് ഇന്ത്യൻ സംഘത്തിന് ഈ ഒളിമ്പിക്സിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം. നേരിട്ട് തന്നെ ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. 4ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊറിയ, മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളാണ് മറ്റ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുള്ള ടീമുകൾ. ഏതായാലും പ്രതീക്ഷയോടെ തന്നെ ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. അമ്പെയ്ത്തിൽ നേരിട്ട് ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് മത്സരങ്ങളില്ല. ഇന്ന് ഉദ്ഘാടന ചടങ്ങ് മാത്രമാണുള്ളത്. നാളെ തൊട്ടാണ് മറ്റ് വിപുലമായ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ പങ്കാളിത്തം ഉണ്ടാവുക. ഏതായാലും 9 മണിയോടുകൂടി വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ പാരീസിൻ്റെ ഈ സെൻ നദിക്കരയിൽ നടക്കാൻ പോവുകയാണ്. ഫിജി, ശരി കമലേഷ്, എന്തായാലും പാരീസ് ഒളിമ്പിക്സ് തുടങ്ങാനിരിക്കുന്നു എന്ന ഔദ്യോഗിക തുടക്കമാണ്. എന്തായാലും കേരള വിഷൻ ന്യൂസും പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗമാകുന്നു. പാരീസോളം എന്ന തലക്കെട്ടിൽ പ്രത്യേകമായി പാരീസ് ഒളിമ്പിക്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ നൽകുന്നു. പാരീസിൻ്റെ ചരിത്രം, കായിക ലോകത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ എല്ലാം, ആ വർണ്ണാഭമായ നിമിഷങ്ങളെല്ലാം നമ്മൾ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.